ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ആപ്പാണ്. ഗെയിം കളിച്ചിട്ടും ടാസ്ക് ചെയ്തിട്ടും സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടും അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തെല്ലാവരും വാച്ച് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളിലിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഫ്രണ്ട്സ്, ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിജി വാട്ട്സ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. 4.7 റേറ്റിംഗ്സ് ഈ ഒരു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ പോകുന്നത് ലോഗിൻ ചെയ്യാനുള്ളൊരു സെക്ഷനിലോട്ടാണ്. ലോഗിൻ ചെയ്യുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നെ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻവൈറ്റിംഗ് കോഡ് അടിക്കാനുള്ളൊരു സെക്ഷനിലോട്ടാണ് പോവുക. അപ്പോൾ ആ ഒരു കോഡ് ഞാൻ ഈ ഒരു ലിങ്കിൻ്റെ കൂടെ തന്നെ താഴെ പിൻ ചെയ്ത് വെക്കാം. അത് കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്കൊരു 1000 പോയിൻറ്റ് ബോണസായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പോകുന്നത് ഹോം പേജിലോട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഈ പോയിൻ്റ് ഏൺ ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ക്യാപ്ച സോൾവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ആപ്പുകളെ പോലെ നമ്മൾ ക്യാപ്ച ടൈപ്പ് ചെയ്തിട്ടില്ല നമ്മളിതിൽ ക്യാഷ് ഏൺ ചെയ്യുന്നത്. നമുക്ക് ഒരു 1 മിനിറ്റ് സമയം തരും. ആ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഓപ്പണൻ്റ് കൂടി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ക്യാപ്ച 2 പേരിൽ ഏറ്റവും കൂടുതൽ ക്യാപ്ച ടൈപ്പ് ചെയ്യുന്ന ആരാണോ അവരാണ് വിന്നർ. ആ വിന്നറിനാണ് നമുക്ക് പോയിൻ്റ് കിട്ടുക. അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു മത്സരത്തിൽ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കോയിൻസ് അതിലേക്ക് ഒരു കോയിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുന്നത് ആരാണോ അവർ വിന്നറാകുകയാണ് ചെയ്യുക. ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലേ ടൈം എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഒരു പ്ലേ ടൈം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ പോകുന്നൊരു പേജ് എന്ന് പറയുന്നത് നമ്മൾ ഗെയിം കളിച്ചുകൊണ്ട് പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ലൂഡോ പോലെയുള്ള ഗെയിംസുകൾ, ചെറിയ ചെറിയ ഗെയിംസുകൾ കളിച്ചിട്ട് നമുക്ക് ഈ ഒരു പോയിൻ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗെയിംസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഗെയിം വേണമെങ്കിലും കളിക്കാം. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ വീണ്ടും വേറെയും കുറേ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ടർബൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതിലെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ മറ്റേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓരോ ടാസ്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ കോയിൻസ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ടാസ്കിലും നമ്മൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് അതിൻ്റെ മറ്റേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷം ബാക്കിലോട്ട് വരിക. അതിന് താഴെ ആഡ് ജം എന്ന് പറഞ്ഞിട്ടും ആഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞത് നമ്മൾ ആഡുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൽ നിന്നും പോയിൻറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലൂടെയും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ സർവേസ് അവൈലബിൾ ആണ്. അപ്പോൾ സർവേസ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവരൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഉത്തരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു നിശ്ചിത സമയം അവർ നിശ്ചയിക്കും ആ ഒരു സർവേക്ക്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ നിശ്ചയിക്കുക. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന ഇതെത്രയാണോ പോയിൻറ്റ്സ് എത്രയാണോ ആ പോയിൻറ്റ്സ് നമുക്ക് അതിൽ നിന്നും കിട്ടും. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു റെഡീം സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇത്രയും പോയിന്റ് നമ്മൾ കളക്ട് ചെയ്യുള്ളൂ. ഈ കളക്ട് ചെയ്തത് നമ്മൾ ഈ ഒരു റെഡീം സെക്ഷനിൽ വന്നിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് ആക്കി മാറ്റുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം, പേപ്പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൂടാതെ ഇതിൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 20,000 കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് $2 $2 ആക്കാം. 50,000 കോയിൻ ഉണ്ടെങ്കിൽ $5 ആക്കാം. 1,00,000 ആണെങ്കിൽ $10, അങ്ങനെ 2,00,000 ആണെങ്കിൽ 20, 2,50,000 ആണെങ്കിൽ $25 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ
ഈ എമൗണ്ട് ട്രാൻസ്ഫർ ആക്കുന്നത്. എന്തായാലും ഒരു കിടിലൻ ആപ്പ് തന്നെയാണ്. നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി എനേബിൾ ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓളിലിട്ട് വയ്ക്കുക. അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.